നമസ്കാരം. ഞാൻ ഡോക്ടർ മാധവിക്കുട്ടി, ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പലാണ്. ഇപ്പോൾ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ ജീവിതത്തിന് ശേഷം ശ്രേഷ്ഠ ആയുർവേദ ക്ലിനിക്കിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച് ബോധവതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ പഠന വൈകല്യം തന്നെയാണ്. ഇപ്പോൾ പഠന വൈകല്യം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠന വൈകല്യം ഒരു അസുഖമല്ല. പ്രസവ സമയത്തും ഗർഭകാലത്തും ഒക്കെ നടക്കുന്ന ചില ഡെവലപ്മെൻ്റൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട്, അപാകതകളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. ഈ പഠന വൈകല്യം പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ വായിക്കുന്നതും എഴുതുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പുതിയ ഒരു കാര്യം പഠിക്കുന്നതും എല്ലാം പ്രയാസമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു അപാകത പലതരത്തിലാണ്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് അതിനെ ഡിസ്ലെക്സിയ എന്ന് പറയും. ഈ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാനും മനസ്സിലാക്കാനും എഴുതാനുമുള്ള കഴിവുകൾ